ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് അതിൻ്റെ ഫെമിലറൈസേഷനാണ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഓണാക്കുമ്പോൾ തന്നെ പവർ സപ്ലൈ ഓണായി കിടക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടാണ് നോക്കുന്നത്. ഇൻപുട്ട് ഹൈയും ലോയും അല്ലെങ്കിൽ 0യും 1 എന്നുള്ളത്. ഇപ്പോൾ ഇൻപുട്ട് ഇത് 0 ഇങ്ങനെ ഇട്ടാൽ 1. ഇതിനകത്ത് ഇപ്പോൾ LED കാണിക്കുന്നുണ്ട്. ചില കിറ്റിനകത്ത് LED ഉണ്ടാവില്ല. 0യും 1 എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഇത് 0 ഇത് 1 ഇൻപുട്ട്. ഇനി ഔട്ട്പുട്ടിന് വേറൊരു സെക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഇങ്ങനെ LEDsകൾ ഉണ്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇൻപുട്ട് ഈ ഒരു സെക്ഷനാണ്. അതിലിപ്പോൾ ഇതിനകത്ത് വേറെ എഴുതിയിട്ടുണ്ടാവും S1 S2 S എന്ന്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ഔട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 0യിലാണ്. ഇത് 1 ഇട്ട് കഴിഞ്ഞാൽ ഇത് ഹൈ കാണിക്കണം. ഇപ്പോൾ ഈ LED വർക്കിംഗ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിനകത്ത് ശരിക്കും കണക്ട് ചെയ്യുന്നത് ഇതിങ്ങനെ ഉരി കഴിഞ്ഞ് ഇവിടെ ഒരു ഹോള് കാണും. ആ ഹോളിൽ കറക്റ്റ് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ഔട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത്. ഇത് കോണ്ടാക്റ്റ് കിട്ടാണ്ടായിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. ഇനി ഈ LEDകളെല്ലാം വർക്കിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി. ഇനി ഇതിപ്പോൾ ഹൈയിലല്ല നമ്മൾ ഇട്ടിരിക്കുന്നത്. അതായത് ഇത് 1-നകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ ഈ LED വർക്കിംഗ് ആണ്. LED വർക്കിംഗ് ആണ്. അതായത് ഔട്ട്പുട്ടെല്ലാം വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. പിന്നെ ഇതിനകത്ത് ഇതും ചെക്ക് ചെയ്യാം. അതായത് ഈ സ്വിച്ചുകളെല്ലാം അതായത് 0യും 1ഉം വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് കൊടുത്ത് ഇത് 0 ഇവിടെ ഇടുമ്പോൾ 1. ഇനി അടുത്ത ഇൻപുട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വയ്ക്കാം. അത് 0യിൽ ഇത് 1. അങ്ങനെ ഇൻപുട്ടും ചെക്ക് ചെയ്യാം, ഔട്ട്പുട്ടും ചെക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നോക്കേണ്ടത് ഇതിനകത്ത് IC സോക്കറ്റുകൾ ഉണ്ടായിരിക്കും. നമുക്ക് IC ഇങ്ങനെ വയ്ക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഇൻബിൽട്ടായിട്ട് 7476 വെച്ചിട്ടുള്ള കുറേ ഇതാണ്. ചില കിറ്റിനകത്ത് IC വെക്കാനായിട്ട് സെപ്പറേറ്റ് സോക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇവിടെ വരുന്ന ക്ലോക്ക് സിഗ്നലാണ്. ഇത് പൾസ് മാത്രമാണ്. ഇവിടുന്ന് അത് കാണിച്ചു തരാം. ഇത് ഔട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു പൾസ് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും ഔട്ട്പുട്ട് കണ്ടോ. അന്നേരം മാത്രം നമുക്ക് ആ സിഗ്നൽ കിട്ടും. ഇത് നെഗറ്റീവ് ക്ലോക്കാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ട്. ഇത് നെഗറ്റീവ് ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ക്ലോക്ക് സിഗ്നൽ കിട്ടുന്നത്. ഇത് പോസിറ്റീവ് ക്ലോക്കാണ്. ഇവിടെ നമുക്ക് എപ്പോഴും ക്ലോക്ക് ഉണ്ടായിരിക്കും, അതായത് ഔട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ചേഞ്ച് വരുന്നത് ഈ ക്ലോക്ക് കൊടുക്കുമ്പോൾ ചേഞ്ച് കാണിക്കുന്നത്. നെഗറ്റീവ് ക്ലോക്ക് ആണെങ്കിൽ ഔട്ട് നമ്മൾ ആദ്യമേ കൊടുക്കുമ്പോൾ കാണില്ല. പിന്നെ നെഗറ്റീവ് പൾസ് വരുമ്പോൾ മാത്രമാണ് അതിൽ ചേഞ്ച് വരാം. അതേ ക്ലോക്ക് തന്നെ ഇതിനകത്ത് നിന്ന് കൊടുക്കാം. ഇതിനകത്ത് നിന്ന് കൊടുക്കുകയാണെങ്കിൽ പോർട്ട് വെച്ചിട്ടാണ് വാരി ചെയ്യിക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ ടൈമർ സർക്യൂട്ട് ഇതിപ്പോൾ ഇത് വർക്കിംഗ് അല്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ഈ ഡിജിറ്റലിനകത്ത് കാണിക്കുമ്പോൾ 0 0 0 0 0 1 1 0 1 1 അങ്ങനെ 3 ആണെങ്കിൽ 1 1 4 ആണെങ്കിൽ 1 0 0 എന്നല്ല കാണിക്കാം. അപ്പം നമുക്കത് കറക്റ്റ് ഡിജിറ്റലായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ Q0 Q1 Q2 Q3 ആ ഔട്ട് നമ്മൾ ഈ 7 സെഗ്മെൻറ്റിൻ്റെ ICക്കകത്ത് ഇവിടെ 4 ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് Q0 Q1 Q2 Q3 എന്ന് പറയുന്നത്. അത് കറക്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 0യിലല്ല കാണിക്കുന്നത്. ഇനിയിപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഇത് ഈ ഇൻപുട്ടുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഈ 4 എണ്ണം. അപ്പോൾ ഇത് 1. ഇനി 2 എന്ന് പറയുമ്പോൾ 1 0 ആണ്. 1 0 കൊടുക്കുമ്പോൾ അത് 2 ആയി. 1 1 ആകുമ്പോൾ 3 കാണിച്ചു. പിന്നെ 1 0 0 1 0 0 എന്ന് പറയുമ്പോൾ 4. ഇനി 1 0 1 5 കറക്റ്റ് 5 അതിനകത്ത് കാണിക്കുന്നു. പിന്നെ 1 1 0 അതായത് 1 1 0 6. ഇനി 1 1 1 7. പിന്നെ 1 0 0 8. പിന്നെ 1 0 0 1 9. ഇങ്ങനെ ഡിജിറ്റലിലും കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കൊടുക്കുന്ന ഔട്ട് ഈ 7 സെഗ്മെൻറ്റിൽ കൊടുത്ത ഔട്ട്പുട്ട് കാണാൻ കഴിയും. ഇതായിട്ട്